നല്ല തൊലിക്കട്ടി ഉണ്ടാക്കിയെടുക്കണം, ചമ്മണം, എല്ലാത്തിലും പങ്കെടുക്കണം. സംസ്കൃത പദ്യ മത്സരം ഇവിടെ ഉണ്ടെങ്കിൽ പേര് കൊടുത്തു. നിനക്ക് സംസ്കൃതം ഇല്ല, പിന്നെന്താ നീ പേര് കൊടുത്ത്? ആർക്കും അറിയില്ല. അങ്ങനെ അറിയണമെന്നൊന്നുമില്ല. കൂത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. കൂത്ത് കേട്ടിട്ടുണ്ടോ? ഒരു ക്ഷേത്രകലയാണ്. കൂത്തിൻ്റെ കോളേജുകൾ തമ്മിലുള്ള മത്സരം നടക്കുന്നു, അതിൻ്റെ ഇടയിൽ അടി നടക്കുന്നു അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ജഡ്ജസ് മുങ്ങി. അപ്പോൾ ഇപ്പോൾ വേറെ ആളെ ജഡ്ജ് ആക്കണമല്ലോ. അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തു, കൂത്ത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജഡ്ജായിട്ട് വരണം. അപ്പോൾ ആരുമില്ല. കൂത്ത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ജഡ്ജായിട്ട് വരണം. അപ്പോഴും ആരുമില്ല. കൂത്തിനെ കുറിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ അനൗൺസ് കൂത്താട്ടുകുളത്ത് നിന്നും വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി. കാരണം എന്തെങ്കിലും ഒരു ബന്ധം കൂത്തുമായിട്ടുണ്ടെങ്കിൽ പോന്നോ, നിങ്ങളെ ജഡ്ജാക്കാം. ഇതാണ് അവസ്ഥ. കോളേജിലൊരു പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ വലിയ ബന്ധം വേണമെന്നൊന്നുമില്ല. സംസ്കൃത പദ്യ മത്സരത്തിൽ നിങ്ങളാണ് കയറി പങ്കെടുക്ക്. സംസ്കൃതം അറിഞ്ഞിട്ടാണോ ആയിരിക്കണം. ജഡ്ജിനും അറിയില്ല, കേൾക്കണവർക്ക് അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഉണ്ടാവും, സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരു തൊലിക്കട്ടിയൊക്കെ കിട്ടും. മനസ്സിലായോ? സ്റ്റേജിലാണ് കയറി വരക്കണം, ആളുകൾ കൂവണം, ധൈര്യമായിട്ട് കയറണം. സ്റ്റേജ് ചുരുങ്ങിയിരിക്കരുത്, വിസിബിലിറ്റി കൂട്ടണം. സംഭവം മനസ്സിലായോ? നീ ആരാണെന്ന് മുഴുവൻ ക്യാമ്പസും അറിയണം. പേരെന്താ? മിൻഹാജ്. എപ്പോഴും ആ പെമ്പിള്ളേരുടെ ഇടയിലുണ്ടാവും. ഇങ്ങനെയല്ല അറിയേണ്ടത്. ഒന്നൊന്നാണെന്ന് നോക്ക്.